ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും പസഫിക് മേഖലയിലും ദീർഘകാലമായി വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗുരുതരമായ ആഭ്യന്തര പ്രതിസന്ധിയും സാങ്കേതിക തകരാറുകളും നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പശ്ചിമേഷ്യയിൽ 250 ദിവസത്തിൽ ഏറെയായി തുടരുന്ന USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിന് പകരമായി USS ജോർജ് വാഷിംഗ്ടൺ അറബിക്കടലിൽ എത്തിയെങ്കിലും USS നാവികസേന നേരിടുന്ന കടുത്ത സമ്മർദ്ദവും നാവികരുടെ മോശം ജീവിത സാഹചര്യങ്ങളും വലിയ ചർച്ചയാവുകയാണ്. മറുവശത്ത് പസഫിക് സമുദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ബെൻഫോർഡ് 4 ദിവസത്തോളം വൈദ്യുതിയും വെള്ളവുമില്ലാതെ കടലിൽ കുടുങ്ങിയ സംഭവവും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തുന്ന പുതിയ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് നോക്കാം. 250 ദിവസത്തിലധികമായി തുടർച്ചയായി വിന്യസിച്ചിരുന്ന USS എബ്രഹാം ലിങ്കനിലെ ജീവനക്കാർ കടുത്ത മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വാർത്ത കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നതാണ്. ഭക്ഷ്യവസ്തുക്കളുടെയും അടിസ്ഥാന ആവശ്യങ്ങളുടെയും കടുത്ത ക്ഷാമമാണ് കപ്പലിൽ അനുഭവപ്പെടുന്നത്. ഒരു നേരം അരക്കപ്പ് അരിയും 2 ടോർട്ടിലയും മാത്രമാണ് പലപ്പോഴും നാവികർക്ക് ലഭിക്കുന്നത്. സോപ്പ്, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾക്ക് കടുത്ത ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. ശുചിമുറികൾ കേടായതും വെള്ളമില്ലാത്തതും കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതും അഴുക്ക് പിടിച്ച ഷവറുകളും ആഴ്ചകളോളം വസ്ത്രങ്ങൾ കഴുകാൻ സാധിക്കാത്തതും നാവികരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. പറഞ്ഞു വരുന്നത് ഏതെങ്കിലും വികസനമെത്താത്ത ഒരു രാജ്യത്തിലെ നാവികരുടെ കാര്യമല്ല, മറിച്ച് ലോകത്തിലെ തന്നെ നമ്പർ 1 എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ നാവികരുടെ കാര്യമാണ്. കടുത്ത മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനാവാതെ 6 നാവികർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തെക്കൻ ചൈന കടലിൽ 200ഓളം നാവികരുമായി സഞ്ചരിക്കുന്ന USS ബെൻഫോർഡ് എന്ന ഡിസ്ട്രോയർ കപ്പലിന്റെ ജനറേറ്ററുകൾ തകരാറിലാവുകയും തുടർച്ചയായി 4 ദിവസത്തോളം പൂർണ്ണമായും വൈദ്യുതി ബന്ധം വേർപെടുകയും ചെയ്തിട്ടുണ്ട്. എയർ കണ്ടീഷണറോ കുടിവെള്ളമോ ചൂടുവെള്ളമോ ഇല്ലാതെ നാവികർ ദുരിതത്തിലായി. തുടർന്ന് മറ്റൊരു US കപ്പൽ ഭക്ഷണം എത്തിക്കുകയും ഫിലിപ്പീൻസിലെ സുബിക് ബേയിലേക്ക് വലിച്ചു കൊണ്ടുപോയി കേടുപാടുകൾ തീർക്കുകയുമായിരുന്നു. എന്നാൽ എബ്രഹാം ലിങ്കൻ കപ്പലിലെ മോശം സാഹചര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപ് തള്ളുകയാണ്. ഇതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ് എന്നും മുൻപും കപ്പലുകൾ ഇതിലും കൂടുതൽ കാലം കടലിൽ കിടന്നിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നു. അതൊക്കെ സത്യമായിരിക്കാം. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കാലം കപ്പലുകൾ കടലിൽ കിടന്നിട്ടുമുണ്ടാകാം. പക്ഷെ ഇങ്ങനെയൊരു ദുരവസ്ഥ ഇതാദ്യമായി എന്ന് തന്നെയാണ് സൈനികരും പറയുന്നത്. അത് ട്രംപിന്റെ ഭരണത്തിലെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറയുന്നിടത്താണ് ട്രംപ് ഇത് തള്ളിക്കളയുന്നത്. എങ്കിലും കപ്പലിലുള്ള നാവികരുടെ കുടുംബങ്ങൾ ട്രംപ് ഭരണകൂടത്തിനും നാവികസേന അധികൃതർക്കുമെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡെമോക്രാറ്റിക് ജനപ്രതിനിധികളും വിഷയത്തിൽ പെന്റഗണിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടു. നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും യുദ്ധവിന്യാസങ്ങളും കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ കപ്പലുകൾ കൃത്യമായി പരിപാലിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ഇല്ലാതെ സൈനികരെ മാസങ്ങളോളം കടലിൽ നിലനിർത്തുന്നത് US നാവികസേനയുടെ ആത്മവീര്യത്തെയും പ്രതിരോധശേഷിയെയും പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട്. ഇതിനിടെ ഇറാനിലേക്ക് വരുമ്പോൾ ഇറാനിലെ തന്ത്രപ്രധാനമായ ഇസ്ഫഹാൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം നിയന്ത്രിത സ്ഫോടനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക പുകയുന്ന സാഹചര്യവും നിലനിന്നു. മുൻപ് അമേരിക്കയും ഇസ്രായേലും വ്യോമാക്രമണം നടത്തിയ ആണവ നിലയങ്ങൾക്ക് സമീപമാണ് പ്രാദേശിക സമയം രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയും സൈനിക തന്ത്രങ്ങളെയും അതിരൂക്ഷമായി വിമർശിച്ച് IRGC മുതിർന്ന ഉപദേശകൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ഫഹാനിലെ ആണവ സമുച്ചയത്തിന് സമീപം കണ്ടെയ്നറുകളും ട്രക്കുകളുടെയും വാഹനങ്ങളുടെയും സാധാരണ നീക്കങ്ങൾ നടന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ IRGC പ്രവിശ്യ ഓഫീസ് മേഖലയിൽ നിയന്ത്രിത സ്ഫോടനങ്ങൾ നടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആണവ പരീക്ഷണ സാധ്യതകളെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും ഇത് ആണവ പരിപാടിയുടെ ഭാഗമാണ് എന്ന് ഔദ്യോഗികമായി IRGC സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകൾ രാജ്യത്തിന്റെ സൈനിക ശക്തിയെ തകർത്തുവെന്ന് IRGC ഉപദേശകൻ ആരോപിക്കുന്നു. കുട്ടിക്കളിയായ പെരുമാറ്റമാണ് ട്രംപിന്റേത് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, രാജ്യത്തെ വിഭജിക്കുക എന്നീ 2 പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 2 ലക്ഷ്യങ്ങളും പരാജയപ്പെടുകയുണ്ടായി. തുടർന്ന് യാതൊരു തന്ത്രവുമില്ലാത്ത രീതിയിലാണ് അമേരിക്കൻ സൈന്യം മുന്നോട്ടു പോയത്. കേശം ഷെയ്ഖ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക 100 കണക്കിന് ബോംബുകൾ വർഷിച്ചുവെങ്കിലും അവിടെ ഇറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് ഇറാൻ വക്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും അവിടെ സൈനികാധിപത്യം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചെത്തിയ അമേരിക്ക
അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് പോലും അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല, അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ സൈനികർക്ക് നേരാവണ്ണം ഒന്ന് ശ്വസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഒറ്റ അമേരിക്കൻ സൈനികനെയെങ്കിലും കൊണ്ടുവരാൻ വാഷിംഗ്ടണിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും ഇറാൻ ചോദിക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ എണ്ണവാതക ഉൽപാദന കേന്ദ്രങ്ങൾ മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഹോർമൂസിന് പകരം എണ്ണ കടത്താൻ ബദൽ പൈപ്പ് ലൈൻ മാർഗങ്ങൾ കണ്ടെത്തിയാലും അവ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കീഴിലായിരിക്കും. ഇത്തരം ബദൽ പദ്ധതികൾക്ക് വർഷങ്ങളുടെ സമയവും വൻ തുകയും ആവശ്യമാണ്. നയതന്ത്രത്തിലൂടെയോ യുദ്ധത്തിലൂടെയോ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധ ശേഷിയും വീണ്ടെടുക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാനെ ആക്രമിച്ചാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്ന് എതിരാളികൾക്ക് ബോധ്യപ്പെടണം. നയതന്ത്ര തലത്തിൽ അമേരിക്ക നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം തിരിച്ചടികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും രാജ്യം ശക്തമായ പ്രതിരോധ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും IRGC വീണ്ടും വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെയും നാവിക ഉപരോധങ്ങളെയും അതിജീവിച്ച് ഇറാൻ തങ്ങളുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയുടേത് പച്ചയായ സാമ്പത്തിക ഭീകരവാദവും നിരപരാധികളായ ജനങ്ങൾക്കെതിരെയുള്ള മാനവിക വിരുദ്ധ കുറ്റകൃത്യവുമാണ് എന്ന് ഇറാൻ തുറന്നടിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പുതിയൊരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള വിനാശകരമായ മിസൈൽ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകുമെന്ന ശക്തമായ മുന്നറിയിപ്പും ടെഹ്റാൻ നൽകി കഴിഞ്ഞു. അതേസമയം ഇറാന്റെ പ്രധാന എണ്ണ ഉപഭോക്താക്കളായ ചൈനയുടെ സഹായത്തോടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ വാഷിംഗ്ടൺ ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ നീക്കത്തെ ചൈനയും പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഉപരോധമല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് ചൈന വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടിയായി. എന്നാൽ മേഖലയിൽ മനഃപൂർവ്വം സംഘർഷം വളർത്തുന്നതിന്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സൈന്യം അന്താരാഷ്ട്ര കടൽപാതയിൽ സഞ്ചരിച്ച 67 വാണിജ്യ കപ്പലുകളെ ബലമായി തിരിച്ചുവിടുകയും 3 എണ്ണം കേടുവരുത്തുകയും ചെയ്തു. 2 എണ്ണം പിടിച്ചെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തത് വലിയ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി സാമ്പത്തികമായി തകർക്കാനുള്ള വാഷിംഗ്ടണിന്റെ ഗൂഢശ്രമങ്ങളും തുടരുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ജീവകാരുണ്യ സ്ഥാപനങ്ങളിലൂടെയും പൊതുമേഖലാ സംരംഭങ്ങളെയും തടസ്സപ്പെടുത്തി രാജ്യത്ത് ആഭ്യന്തര അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾക്കൊന്നും ഇറാന്റെ ആത്മവീര്യത്തെയോ മേഖലയിലെ സൈനിക സ്വാധീനത്തെയോ തകർക്കാൻ കഴിയില്ല എന്ന് ടെഹ്റാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.